കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി-സോൺ കലോത്സവം ഡാബ് കെ ലയാലി 2025 നാലാം ദിനമായ ഇന്നലെ രാത്രി മുതൽ സംഘർഷഭരിതമായിരുന്നു അന്തരീക്ഷം. പോലീസിന്റെ കൃത്യസമയത്തുള്ള സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു സംഘർഷമാണ് ഒഴിവായി കിട്ടിയിരിക്കുന്നത്. ഇന്ന് അന്തരീക്ഷം വളരെ ശാന്തമാണ്. നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. സാർ, ഇന്നലെ കലോത്സവ നഗരി കുറച്ച് സംഘർഷഭരിതമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് ശാന്തമായാണ് കാണുന്നത്. ഇന്ന് അവസാന ദിവസമാണ് കലോത്സവത്തിന്റെ. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ നാദാപുരം ഡിവൈഎസ്പി ആണ്. ജില്ലാ പോലീസ് മേധാവി ബൈജു സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനൊരു മീറ്റിംഗ് വിളിച്ചത്. പരസ്പരം ചർച്ച ചെയ്ത് ഇന്നലത്തെ എന്തൊക്കെ വിഷയങ്ങൾ വെച്ചാൽ അതിന് പരിഹാരം കാണും. കുറച്ചും കൂടെ പോലീസിനെ നമ്മളിന്ന് വിന്യസിക്കുന്നുണ്ട്. പരസ്പരം സഹകരിച്ച് വോളണ്ടിയേഴ്സായിട്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ ബി-സോൺ കലോത്സവം ഇവിടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ്. ശുഭാപ്തി വിശ്വാസമുണ്ട് എല്ലാവർക്കും. പിന്നെ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുണ്ടാവും. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ, മാനേജ്മെന്റ് ഭാഗത്തുള്ള ക്രമീകരണത്തിന്റെ ഭാഗമാണ് ഡിവൈഎസ്പി സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കൂടിയത്. ഇനിയും സുഖമായിട്ട് ഇന്ന് കൂടിയല്ലേ ഉള്ളൂ, ഇന്ന് അവസാനിക്കും. ഏറ്റവും ആസ് പോസിബിൾ ആസ് ഏർലി സംഗതികളൊക്കെ കഴിച്ച് സുഖമായി ട്രോഫി കൊടുക്കേണ്ടവർക്ക് ട്രോഫി കൊടുത്ത് പിരിഞ്ഞു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹകരണമാണ് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായും ഇത് ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. വളരെ ജനകീയമായി നടക്കുന്ന ഈ ബി-സോൺ കലോത്സവം ഇന്നലെ രാത്രി ഒരു നാടക മത്സരവും അതിൻ്റെ പ്രദർശനവും അതിൻ്റെ ഒരു കർട്ടൻ ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടാണ് പോലീസും ആ വിഷയം നോക്കിക്കാണുന്നത്, ഇതിൻ്റെ സംഘാടകരും നോക്കിക്കാണുന്നത്. ഇനി അങ്ങനെ ഒരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കർശന നിർദ്ദേശം സംഘാടകർ എന്നുള്ള നിലക്ക് പോലീസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വോളണ്ടിയേഴ്സിൻ്റെ അടിയന്തര മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, സംഘാടകരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ അനിഷ്ട സംഭവങ്ങളുണ്ടായി. പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം കമ്മിറ്റി പരിപാടി റീഷെഡ്യൂൾ ചെയ്ത് ഇന്ന് വളരെ ഭംഗിയായി എല്ലാവരെയും മത്സരാർത്ഥികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? ഒന്നാമത് ഇന്നലത്തെ സംഘർഷം, പിന്നെ ഇന്ന് അവസാന ദിവസമാണ്. അപ്പം എന്താണ് പറയാനുള്ളത്? ഈ കലോത്സവം വളരെ ഭംഗിയായി നല്ല ജനപങ്കാളിത്തത്തോട് നടന്നു വരികയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു കർട്ടൻ ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം ഉണ്ടായി എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷകരമായി സമാധാനപരമായി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയേഴ്സിൻ്റെയും സംഘാടകരുടെയും ഒക്കെ മീറ്റിംഗ് ഉടനെ വിളിക്കുന്നുണ്ട്. വളരെ ഭംഗിയായി ഇത് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും മനോഹരമായിട്ടാണ് 27-ാം തീയതി തുടങ്ങിയ ഈ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ലാതെ കലോത്സവം അവസാനിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. ഇന്ന് പക്ഷേ പൊതുവെ ശാന്തമായാണ് കാണുന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത്? അതായത് ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നാടക അവതരണവുമായി ബന്ധപ്പെട്ട് കർട്ടൻ താണുപോയതാണ് മെയിൻ വിഷയമായിട്ട് വന്നത്. അപ്പോൾ അതിൽ വന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു കശവിഷയമാണ് അവസാനം ഒരു പോലീസൊക്കെ ഇടപെട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതൊന്നും സത്യമല്ല. ജില്ലാ സ്കൂൾ കലോത്സവം വളരെ മാതൃകാപരമായി നാദാപുരത്തിന്റെ മണ്ണിൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പുളിയാവ് കോളേജിൽ നടക്കുന്ന ബി-സോൺ കലോത്സവവും വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസും മാനേജ്മെന്റും യൂണിയനും എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ക്യാമറാമാൻ അമലിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, ട്രൂ വിഷൻ ന്യൂസ്.